ഹലോ എവ്രി വൺ, വെൽക്കം ടു സൻഡിസ് കോർണർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹോൾട്ടറിന് റയോൺ ടോപ്പാണ്. ഇതിനായിട്ട് ഞാൻ 2.25 മീറ്റർ റയോൺ ഫാബ്രിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് നോർമൽ നെക്ക് ഇതിൽ ചെയ്ത് വെക്കാം. ആദ്യം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം, ആം ഹോൾ മാർക്ക് ചെയ്യാം. മെഷർമെൻറ്റ്സ് എല്ലാം ഞാൻ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട്, അപ്പോൾ അത് നോക്കിയാൽ മതി. നമ്മൾ ആദ്യം ആ നോർമൽ ഷോൾഡർ മേക്ക് ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ഹോൾട്ടർ നെക്ക് ഡ്രോ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്കതിൻ്റെ വേസ്റ്റും ഹിപ്പും ബസ്റ്റും എല്ലാം മാർക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ എല്ലാം മാർക്കിങ്സ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇത് 4ആയിട്ടാണ് ഈ ഫാബ്രിക് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിൻ്റെയും നമ്മുടെ വേസ്റ്റിൻ്റെയും ഹിപ്പിൻ്റെയും എല്ലാം 4-1 ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. നോർമൽ എല്ലാ കുർത്തയും മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമുക്കത് മാർക്ക് ചെയ്തെടുക്കാം. ഇതൊരു ലോങ് കുർത്തിയായിട്ടാണ് ചെയ്യുന്നത്. ഒരു ആംഗിളിന് തൊട്ട് മേളിൽ നിൽക്കുന്ന അത്രയും ലെങ്ത് ഉണ്ട്. താഴെ എൻ്റെ ഈ ഫാബ്രിക്കിന് വിഡ്ത്ത് കുറവായിരുന്നു, അപ്പോൾ അതുകൊണ്ട് 11 ഇഞ്ചാണ് എടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു 11 ഇഞ്ച് എന്നുള്ളതൊന്ന് കൂട്ടിയെടുക്കാം കേട്ടോ. നമുക്ക് താഴേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം ഹിപ്പിന്ന് താഴേക്കുള്ള ഭാഗം. പിന്നെ നമുക്കൊരു 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കാം. താഴേക്ക് എനിക്ക് സീം അലവൻസ് ഇടാൻ അതിന് മാത്രം ക്ലോത്ത് കുറവായിരുന്നു, വിഡ്ത്ത് കുറവായിരുന്നു. സോ ഞാനത് ഉള്ള ക്ലോത്തിനെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് താഴേക്ക് വിഡ്ത്ത് നിങ്ങളുടെ തുണിക്ക് വീതി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചുകൂടി കൂട്ടാം കേട്ടോ. ഒരു 14-15 വരെയൊക്കെ താഴത്തെ വീതി കൂട്ടാം. 14 മതിയാവും, 15 ആകുമ്പോഴത്തേക്ക് ഭയങ്കര വീതിയായി പോകും. അങ്ങനെ അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ നെക്ക് ഡ്രോ ചെയ്യാം. നെക്ക് നമുക്ക് 3 ഇഞ്ച് വിഡ്ത്തും ഫ്രണ്ടിലത്തെ നെക്ക് 3 ഇഞ്ച് ഡെപ്ത്തും വിഡ്ത്തും 3 ഇഞ്ച് തന്നെ. ഇത് ഫ്രണ്ട് നെക്കാണ് ആദ്യം ഡ്രോ ചെയ്യുന്നത്. അതിന് ഡെപ്ത്ത് നമ്മൾ 3 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് നെക്ക് ഡ്രോ ചെയ്യാം. ബാക്ക് നെക്കിലേക്ക് നമുക്ക് 1.5 ഇഞ്ച് മാത്രം മതി. കോളർ നെക്ക് ആയതുകൊണ്ടാണ് തീരെ കുറവെടുക്കുന്നത്. നമുക്കത് വിഡ്ത്ത് സെയിം 3 തന്നെ. എന്നിട്ട് അത് നമുക്കൊന്ന് ഡ്രോ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഹോൾട്ടർ നെക്കിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യണം. അത് 1.5 ഇഞ്ചാണ്. അതൊരു ചെറിയൊരു ഷോൾഡർ ഉണ്ടാവുള്ളൂ, അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്യുക. പിന്നെ താഴെ നമ്മുടെ ആം ഹോളിൻ്റെ ആ ഒരു സ്ക്വയർ ഒരു ബോക്സ് നമ്മൾ ഡ്രോ ചെയ്യുമല്ലോ, അവിടെ നിന്ന് മുകളിലേക്ക് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് മറ്റേ താഴത്തെ ആ പോയിൻറ്റ് നമ്മൾ ഓൾറെഡി ഒരു ആം ഹോളിനുള്ള ആ ഒരു സ്ക്വയർ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഈ 1 ഇഞ്ചിൽ കൂടെ ഇപ്പുറത്ത് നമ്മൾ 1.5 ഷോൾഡർ മാർക്ക് ചെയ്ത് അവിടേക്ക് ഇങ്ങനെ ഡ്രോ ചെയ്ത് നമുക്ക് നമ്മുടെ ആം ഹോൾ അങ്ങനെ ഡ്രോ ചെയ്തെടുക്കാം. നമുക്കത് ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. ഷോൾഡർ ഞാനൊരു 1/2 ഇഞ്ച് ഒന്ന് ഒരു സ്ലാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ആം ഹോളും സൈഡ് സീമും എല്ലാം നമുക്ക് അതേപോലെ കട്ട് ചെയ്തെടുക്കാം. ബാക്കിയെല്ലാം നോർമൽ കുർത്തിയുടെ അതുപോലെ തന്നെയാണ്. ഈ നെക്കിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. നമുക്കതിൻ്റെ ബാക്ക് അതൊന്ന് മാറ്റി വെച്ച് ഫ്രണ്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്ക് കുറച്ചുകൂടി ഇറക്കമുണ്ടല്ലോ, 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് അതുകൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ താഴേക്ക് ഒരു വി ഷേപ്പ് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് സൈഡിലേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക, താഴേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കതിനൊരു വി ഷേപ്പിൽ ഡ്രോ ചെയ്തെടുക്കാം. അതായത് മേളത്തെ ആ 1/2 ഇഞ്ചിൽ നിന്ന് താഴത്തെ ആ പോയിൻറ്റിലേക്ക് ഇങ്ങനെ ഒരു വി ഷേപ്പിൽ ഡ്രോ ചെയ്തെടുത്തിട്ട് അത് കട്ട് ചെയ്ത് കളയാം. ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് മാത്രം, അതായത് ടോട്ടൽ 1 ഇഞ്ച് മതി നമുക്ക് ആ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇങ്ങനെ കിട്ടും നമ്മുടെ നെക്ക്. ഇത് നമ്മുടെ ബാക്ക് നെക്കാണ്. ഇനിയിപ്പോൾ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് ബാക്ക് നെക്കിൽ നമുക്കൊരു കോളർ വെക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു ഇത് വേണമല്ലോ, കഴുത്ത് കയറാൻ വേണ്ടിയിട്ട് താഴേക്കൊരു ബട്ടൺ എന്തെങ്കിലും വെക്കണം. അപ്പോൾ ആ ബട്ടൺ വെക്കാൻ വേണ്ടിയിട്ട് നമുക്കതിന് ഒരു ലൈനിങ് എടുത്തിട്ട് ഒരു ഫേസിങ് പോലെ ഒരു സ്ക്വയർ കട്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ സെൻറ്റർ ബാക്കിലായിട്ട് ഒരു 5.5 ഇഞ്ച് അല്ലെ 6 ഇഞ്ച് ഡെപ്തിൽ താഴേക്ക് ഒരു ഓപ്പണിങ് കൊടുക്കുവാണ്. നമുക്കതും ഒരു 1/2 ഇഞ്ച് 2 സൈഡിലും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് താഴേക്ക് ചെറിയൊരു വി പോലെ ഇതിൻ്റെ ഫ്രണ്ടിൽ ചെയ്തതുപോലെ തന്നെ സെയിം പ്രോസസ്സ് തന്നെ ഇതിനും ചെയ്യാം. നമുക്കതൊരു വി പോലെ ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആ വരച്ച ലൈനിൽ കൂടെ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നടുക്കൂടി അത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആ ഫേസിങ്ങിനെ ഇത് നമ്മൾ ചെയ്യുന്നത് റൈറ്റ് സൈഡിലായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി നമുക്കതിനെ റൈറ്റ് സൈഡിൽ നിന്ന് റോങ് സൈഡിലേക്ക് അത് തിരിച്ചിട്ട് കഴിയുമ്പോൾ റൈറ്റ് സൈഡ് നല്ല ഫിനിഷ് ആയിട്ട് കിട്ടും. നോർമലി എല്ലാത്തിൻ്റെ നെക്കൊക്കെ ഫിനിഷ് ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം ഇതെല്ലാം ചെയ്തേച്ചാണ് നമ്മൾ കോളർ പിടിപ്പിക്കുക. എന്നിട്ട് അതിനൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കതിന് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു ഹെമ്മിങ് കൊടുക്കാം. ഇൻവിസിബിൾ ഹെമ്മിങ് കൊടുക്കുമല്ലോ, കാണാത്തതുപോലെ ഹാൻഡ് സ്റ്റിച്ച് ഇട്ടിട്ട് അതുപോലെ ഒന്ന് ഹെം ചെയ്തെടുക്കാം. പിന്നെ എക്സ്ട്രാ വരുന്ന ലൈനിങ്ങിനെ ഒന്ന് കട്ട് ചെയ്ത് കളയാണ്.
നമ്മൾ hem ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒറ്റ നൂലിട്ടിട്ട് hem ചെയ്താൽ മതി. അതാകുമ്പം വെളിയിലധികം കാണില്ല. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കും അതേപോലെ തന്നെ ഫേസിങ് വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഫ്രണ്ട് സൈഡിൽ അതായത് റൈറ്റ് സൈഡിൽ ഫേസിങ് വെച്ചിട്ട് ഒന്ന് വി ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫ്രണ്ടിൻ്റെ ബാക്കിൻ്റെ നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ ഷോൾഡേഴ്സ് ജോയിൻ ചെയ്യാം. അതിന് ശേഷമാണ് നമ്മളതിന് കോളർ വെക്കുന്നത്. അതായത് ഹോൾട്ടർ നെക്കിന് നമ്മളൊരു കോളർ പോലെയല്ലേ വെക്കുക, അപ്പോൾ ആ കോളർ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും റൈറ്റ് സൈഡ് ഫേസ് ചെയ്യുന്ന പോലെ വെച്ച് ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ നമുക്കത് ഒരു പീസ് പോലെ കിട്ടും. ഇനി നമുക്കതിൻ്റെ നെക്ക് ഒന്ന് നീളത്തിൽ മെഷർ ചെയ്തെടുക്കണം. അതായത് നമുക്ക് ആ ഗ്യാപ്പ് ഉണ്ടല്ലോ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ, ആ ഗ്യാപ്പ് എല്ലാം കൂട്ടിയിട്ട് വേണം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ തിരിച്ച് കൊണ്ടുവരുന്നത് പോലെ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചേച്ച് താഴെ വെച്ചേച്ച് ഇങ്ങനെ ഒരു ടാപ്പ് വെച്ചിട്ട് ടാപ്പിനെ ഇങ്ങനെ തിരിച്ച് കൊടുത്തിട്ടൊന്ന് മെഷർ ചെയ്തെടുത്താൽ മതി. ഇതിങ്ങനെ രണ്ട് ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് നമുക്കത് കൈ പിടിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫ്ലാറ്റായിട്ട് ഇട്ടിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതായത് സ്റ്റാർട്ട് ചെയ്തെടുത്തുനിന്ന് എൻഡ് ചെയ്യുന്നത് പോലെ മെഷർ ചെയ്യണം. അപ്പോൾ 15 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് നമുക്കൊരു ഫ്യൂസിങ്ങോ അല്ലെങ്കിൽ ക്യാൻവാസോ എടുത്തിട്ട് അതിലേക്ക് ഡ്രോ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അവിടുന്ന് സൈഡിലേക്ക് 15ൻ്റെ ഹാഫാണ് മെഷർ ചെയ്യുന്നത്. ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ, 7.5 മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് മേളിലേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ ആ ഫോൾഡ് ചെയ്തെടുത്തുനിന്ന് സൈഡിലേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതായത് ഓൾമോസ്റ്റ് നമ്മുടെ നെക്കിൻ്റെ ഒരു പകുതി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ആ 4 ഇഞ്ചിൽ നിന്ന് നമ്മൾ ഈ 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഇങ്ങനെ ഒന്ന് കേവ് ചെയ്ത് നമുക്കൊന്ന് ഇപ്പോൾ ഇതിൽ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പോലെ ഒന്ന് കേവ് ചെയ്ത് ഡ്രോ ചെയ്തെടുക്കാം. സ്ട്രേറ്റ് ലൈൻ അല്ല, ഒരു ചെറിയൊരു കേവ്ഡ് ലൈനാണ്. പിന്നെ നമ്മുടെ കോളറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1.25 ഇഞ്ചാണ്. അപ്പം അതും നമുക്ക് ഇങ്ങനെ ആ ഒരു കേവ് ചെയ്ത മാർക്കിങ്ങിലൂടെ ഫുള്ളായിട്ട് നമുക്കിങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് കറക്റ്റ് നമ്മുടെ കോളറിൻ്റെ ഒരു ഷേപ്പ് കിട്ടും. നമുക്കത് സൈഡും ഒന്ന് ജോയിൻ ചെയ്ത് വെച്ച് അത് കട്ട് ചെയ്തെടുക്കാം. ഇത് ക്യാൻവാസിൽ ചെയ്താലും മതി. എൻ്റെ കയ്യിൽ ക്യാൻവാസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫ്യൂസിങ്ങിൽ ചെയ്യുന്നത്. ഫ്യൂസിങ്ങിൽ ചെയ്യുമ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു 2 ലെയർ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻവാസ് ആകുമ്പോൾ അങ്ങനെ 2 ലെയർ എടുക്കേണ്ട, കുറച്ചുകൂടി കട്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ക്യാൻവാസിൽ കോളർ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിപ്പോൾ നമ്മളൊന്ന് കേവ് ചെയ്ത് വരച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ 7.5 ഇഞ്ച് എന്നുള്ളത് കൂടിക്കാണും. അപ്പോൾ അത് നമുക്ക് ഒന്നും കൂടി അതിലെ ഒന്ന് മെഷർ ചെയ്ത് വെച്ച് കറക്റ്റ് 7.5 ഇഞ്ചിൽ ഒന്നും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമ്മുടെ നെക്ക് എന്ന് പറയുന്നത് നെക്കിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 7.5 ഇഞ്ചാണല്ലോ. അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ഈ സൈഡിൽ കാണുന്നതാണ് ആ കട്ടിങ് വരുന്ന ഭാഗത്തുള്ളതാണ് നമ്മുടെ ഫ്രണ്ട്. അപ്പോൾ അതിന് ഞാൻ ഒന്നും കൂടി ഇതിലേക്ക് വെച്ച് ഒന്നുകൂടി കട്ട് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് കട്ടിങ് ഉള്ള ഭാഗം ബാക്കിലാണ് വരേണ്ടത്. അപ്പോൾ ഫ്രണ്ടിൽ എനിക്ക് കട്ടിങ് വേണ്ട, ഫോൾഡ് പോലെ തന്നെ ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒന്ന് ഫ്രണ്ട് വരുന്ന ഭാഗം ഫോൾഡ് ഉള്ള സ്ഥലത്തേക്ക് തിരിച്ച് വെച്ച് ഒന്നുകൂടി ഒന്ന് ഡ്രോ ചെയ്ത് വെച്ച് തിരിച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഡ്രോ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഫോൾഡുള്ള ഭാഗത്ത് ഫ്രണ്ട് പാർട്ട് കിട്ടും. അങ്ങനെ അത് ഞാൻ ഒന്നും കൂടി മടക്കി വെച്ച് 2 പീസ് കിട്ടുന്നത് പോലെ വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോളർ. അപ്പോൾ ഇനിയിപ്പോൾ ഇതേ ഷേപ്പിൽ നമുക്ക് നമ്മൾ കോളറിന് ഏതാണോ മെറ്റീരിയൽ വെക്കുന്നത്, സെയിം മെറ്റീരിയലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസൈനുള്ള മെറ്റീരിയലോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിട്ട് നമുക്ക് അതുകൂടി അതേലോട്ട് ഈ ഫ്യൂസിങ്ങിനെ നമുക്ക് അയൺ ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കോളറിൻ്റെ ആ പീസിലേക്ക് ഇതിനെ അയൺ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 ഇഞ്ച് എല്ലാ സൈഡിലും 4 സൈഡിലും 1/2 ഇഞ്ച് വരുന്നത് പോലെ മാർക്ക് ചെയ്ത് വെച്ച് ഒന്ന് ഡ്രോ ചെയ്തെടുക്കുക. ആ കോളറിൻ്റെ അതേ ഷേപ്പിൽ ഒന്ന് ഡ്രോ ചെയ്തെടുത്തേച്ച് അത് കട്ട് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് നമ്മുടെ കോളറിൻ്റെ ബാക്ക് സൈഡ് ആക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു റെക്റ്റാങ്കുലർ പീസ് എടുത്തിട്ട് അതിലേക്ക് ഇത് വെച്ച് ഇപ്പം ഞാൻ ആ കാണിച്ച സ്ഥലത്തുകൂടി സ്റ്റിച്ച് ചെയ്യണം. ഇപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കി താഴ്ഭാഗം ഇങ്ങനെ മടക്കി മുകളിലേക്ക് വന്ന് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ സൈഡ്, അതായത് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നില്ല, നമ്മൾ ഈ ഒരു മുകളിലത്തെ ആ കേവ് പോലെ വരുന്ന ഭാഗമേ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് അതിങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഡോറിയും വേണം. നമ്മുടെ ബാക്കിൽ നമ്മളൊരു ബട്ടൺ വെക്കുന്നുണ്ട്, അപ്പോൾ ബട്ടണിന് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ലൂപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചെറിയൊരു ഡോറി ആദ്യം ഉണ്ടാക്കി വെക്കുക. എന്ന് വെച്ചാൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഈ സൈഡിലെത്തി കഴിയുമ്പോൾ ഈ ഡോറിനെ ഇങ്ങനെ ഒന്ന് മടക്കി അതിൻ്റെ സൈഡിലേക്ക് വെച്ച് ഇപ്പം ഇത് ഈ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അതായത് ആ മടക്കിയ ഭാഗം അകത്തേക്ക് വരുന്നത് പോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 ഡോറിയാണ് വെക്കുന്നത്. കുറച്ചൊരു വീതി ഉണ്ടല്ലോ കോളറിന്, അപ്പോൾ 2 ഡോറി അതിനകത്തേക്ക് വെച്ച് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിൻ്റെ താഴത്തെ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തും കൊടുക്കണേ. 2 സൈഡിലും നമ്മൾ അതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഇത്ര പാർട്ടേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ, അതിൻ്റെ താഴ്ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഇനി നമുക്കിതും ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ തിരിച്ചിടാം. ഇതിനെ തിരിച്ചിട്ടേച്ചാണ് നമുക്ക് നമ്മുടെ കുർത്തയിലോട്ട് അതിൽ ജോയിൻ ചെയ്യണം. ഇപ്പോൾ ഇങ്ങനെ കിട്ടും നമ്മുടെ കോളറ്. ഇനി നമുക്കത് കുർത്തയിലോട്ട് ജോയിൻ ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബാക്ക് സൈഡിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഈ കാണിക്കുന്ന ഈ പാർട്ട്, ബാക്ക് പാർട്ട് റൈറ്റ് സൈഡിൽ നിന്ന് റോങ് സൈഡിലേക്കാണ്. അതായത് ഈ റോങ് സൈഡിലാണ് ഇപ്പോൾ ഇത് വെച്ചിട്ടുള്ളത്. റോങ് സൈഡിൽ അത് വെച്ചിട്ട് ആദ്യം ഒരു പേൾ പിൻ വെച്ചിട്ട് അത് ഫുള്ളൊന്ന് ഫിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം അത് ഫുള്ള് നമുക്ക് ഇങ്ങേ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് സൈഡിൻ്റെ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബാക്ക് സൈഡിൻ്റെ തന്നെ ഇങ്ങേ സൈഡിൽ എൻഡ് ചെയ്യുന്നത് പോലെയാണ് നമ്മളിപ്പോൾ ഈ കോളർ വെക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ വരുമ്പോൾ നമ്മൾക്ക് അവിടെ ഒരു വി ഷേപ്പ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ഭാഗത്ത് തുണി ഉണ്ടാവില്ല, അത് കുഴപ്പമില്ല. അവിടെ നിന്നും സ്റ്റിച്ച് ചെയ്തങ്ങ് പോയാൽ മതി. അവിടെ അങ്ങനെ ഒരു ഗ്യാപ്പായിട്ട് തന്നെ ഇരിക്കും. ഇങ്ങനെ ഫുള്ള് നമുക്ക് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളത് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മെഷർ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കണം, എന്നാലേ ഉള്ളൂ കോളർ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു കറക്റ്റ് വിഡ്ത്തിലും ലെങ്ത്തിൽ തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കതിനെ തിരിച്ചിട്ടേച്ച് റൈറ്റ് സൈഡ് എടുക്കുക. അപ്പോൾ അത് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഇരിക്കും. റോങ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ആ റൈറ്റ് സൈഡിൽ നമുക്ക് മറ്റേ പാർട്ട് നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത സമയത്ത് ഒരു ഭാഗം മാത്രം ഒന്ന് മടക്കി വെച്ചിട്ടില്ലായിരുന്നു. ആ ഭാഗം ഇങ്ങനെ മടക്കി ഇങ്ങോട്ട് വെച്ച് വീണ്ടും നമുക്കൊരു സ്റ്റിച്ച് കൂടി കൊടുത്തിട്ട് കറക്റ്റായിട്ട് അതിനെ അവിടെ ഫിക്സ് ചെയ്യുക. അപ്പോൾ ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് മാത്രം വേണമെങ്കിൽ ഒരു ചെറിയ ഒരു കട്ട് കൊടുക്കുക, ഒന്ന് സ്ട്രെച്ചായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അവിടെ കുറച്ചൊന്ന് പിടിച്ചിരിക്കുന്ന പോലെ തോന്നും. ചെറിയൊരു 2 കട്ട് കൊടുത്താൽ മതി. ആ ഷോൾഡറിൻ്റെ പാർട്ടിലായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. 2 ഷോൾഡറിൻ്റെ ഭാഗത്തും അങ്ങനെ ഒരു കട്ട് കൊടുത്തേച്ച് നമുക്കതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഈ കുർത്തിയുടെ ഒരു പാൻറ് ഉണ്ടായിരുന്നു. പാൻറ്റിൻ്റെ പാർട്ടാണ് ഈ കോളറിന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കോളറിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് പീസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, സെയിം പ്ലെയിനോ അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽ കൊണ്ടാണോ അത് തന്നെ വെച്ചാലും മതി. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിട്ടിരിക്കും. ഇതിപ്പോൾ ഇതിൻ്റെ പാൻറ്റിൻ്റെ പീസാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്, ഈ കോളറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ ഷോൾഡറിൽ ഒരു 2 ചെറിയ കട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സ്ട്രെച്ചായിട്ട് വൃത്തിക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ അത് ഫുള്ള് നമുക്ക് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ നമ്മുടെ കോളർ അതിൽ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ആം ഹോൾസ് ഫിനിഷ് ചെയ്യണം. അതായിട്ട് ഞാൻ എല്ലാത്തിൻ്റെ സ്ലീവ്ലെസ്സിൻ്റെ എല്ലാം ആം ഹോൾ ഞാൻ ഇങ്ങനെ തന്നെ എല്ലാ വീഡിയോയിലും ഇത് കാണിക്കുന്നുള്ളതാണ്. ഇതേപോലെ ബയാസിൽ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് റൈറ്റ് സൈഡിൽ വെച്ചത് സ്റ്റിച്ച് ചെയ്ത് റോങ് സൈഡിലേക്ക് മടക്കി വെച്ചേച്ച് അതിൻ്റെ മേളിൽ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളത് ഇങ്ങനത്തെ ആം ഹോൾസൊക്കെ നമ്മളൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കതിൻ്റെ സൈഡ് സീംസും ജോയിൻ ചെയ്ത് നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടെ ഡബിൾ ഫോൾഡ് ചെയ്ത് അതും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കുർത്ത. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബോട്ടം എൻ്റെ കയ്യിൽ ഞാൻ വേറെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബോട്ടം പലാസോ പാൻ്റാണ്. ഇത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് നോക്കി നോക്കുക. അപ്പോൾ നല്ല സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് ഒരു ബൈ, ടേക്ക് കെയർ.